വൈദർഭിയേ നല്ലൊരു മുഹൂർത്തത്തിൽ പരിച്ചിനോട് ഞങ്ങളെ കെട്ടിവലിച്ചിട്ട് മറുകര കരയേറ്റുവാൻ കൃപയേകുക തുണയത് ഭവകൃപയെന്നില്ലേതുമൂർത്തി സകലാത്മക പ്രകൃതിപരവശതയാബദ്ധരായിടിലെന്താപകരം ജരാസന്ധനെ കുന്നിക തവ കരുണയാൽ ഞങ്ങളെ പാലിക്കുക തീവ്രശീലം ജരാസന്ധനായ ദയൊഴിവാശത്താലെ ബന്ധിച്ച് അന്നപാന സ്നാനത്തില്ലാതെ പരവശതയാ ദുഃഖബദ്ധരാം ഞങ്ങളെ പരമപുരുഷ ബന്ധവിച്ഛേദനാം ഭവൻ ബന്ധമോചനം ചെയ്തിട്ട് പരിചയ പാലിക്ക വേണം എന്നിങ്ങനെ ജഗതിപതിയ ഭവൻ തന്നോട് ചൊല്ലുവാൻ ജഗതിപതിമാൻ ഭവൻ നാരായണനെ നരവതികളിൽ സത്യം ഉണർത്തി ഞാൻ നരകഹര നീ അതിനുത്തരം എന്നോട് അരുളിയത് കേട്ടുകൊണ്ടാൽ അതും ചെയ്തിടാം അൻപോടരുൾ ചെയ്യ വേണം ദയാനിധേ മുനിവരനും അത് പൊഴുതു ചൊല്ലിനാൻ ധർമ്മജൻ തന്റെ സുഹൃജനമായ നൃപന്മാരെ വരവിനോടു രാജസൂയത്തിനു മുമ്പിനാൽ പരിചിനോട് വീണ്ടും ശ്രമത്തിനാക്കിയിടിന സകലധനമായതു കാപ്പാൻ സുയോധനൻ സത്യയ്ക്കു വെപ്പിന്നധിപതി മാരുതി അമരപതി നന്ദനൻ അർജുനനും പിന്നെ അശ്വികൾ പുത്രൻ സഹദേവ വീരനും പരിചിനോടു സജ്ജന പൂജ ശുശ്രൂഷണം പാരാതെ ചെയ്വതിനാക്കിയ അനന്തരം പൂജിച്ചവൻ അനലനുടെ നടുവിലധര വികിരണവും സഹിച്ചങ്ങനെ കാലമൊരാന്തു ചെല്ലും വിധ അധികതര കരുണയോടും അവനുടയ ഭക്തി കണ്ടേന്ദുശേഖരൻ പ്രത്യക്ഷനായിതു അതു പൊഴുതു നൃപതി കുലതിലേഖനടി വന്ദിച്ച് ആനന്ദ ബാഷ്പാകുലക്ഷനായി ചൊല്ലിനാൻ മനുജസുരരജനി ചരജാതികളാക്കുമേ എന്നെ ജയിക്കരുതെന്നതും പിന്നീത്
മനുജജനമൊന്നുമേ കാണാതെ നല്ലൊരു മാനസതുല്യ വിമാനം നൽകണോ ഇതമവനും അഖിലപതി ശങ്കരൻ തന്നോട് കാംക്ഷയാ ചോദിച്ച നേരം കരുണയോടു മമ ദുരിത ശമമതിനു നിങ്ങളും കൽപ്പിച്ചതെല്ലാമേ ചെയ്യുന്നതുണ്ടു ഞാൻ മുനിജന വചസ്സുകൾ സഫലത വരുത്തുവൻ ഇന്നിവനിപ്പോഴേ ജീവനുണ്ടാക്കുവൻ ബലവചനമിതി മുനികൾ കേട്ടോരനന്തരം ബദ്ധമോദം മുനിമാരും അരുൾ ചെയ്തു അഖില ജഗദധിപ തവ വരഭൂമിക ഞങ്ങൾ തന്നാഖ്യാനഭൂമിവ നിഷ്ഫലമാക്വലാം അതിനു തരമൊരു വഴി വിധിക്ക വേണം ഭവാൻ അഖില ജഗദീശ്വരനെന്തരൂതാത്തതും മുനികളുടെ വചനമിതി കേട്ടു ബലഭദ്രൻ മാനിച്ചു പിന്നെയും ഇത്തരം ചൊല്ലിനാൻ സകല ജനസമ്മതം സർവജന്തുക്കൾക്കും സ്വാത്മാവു പുത്രനെന്നല്ലോ വേദോക്തിയും സകല ഗുണസഹിതമൊരു തനയനിവനിപ്പോഴേ സത്യമിവന്റെ ദേഹത്തിൽ നിന്നുണ്ടാകും അവൻ അഖില ഹരികഥകളഴകൊടുര ചെയ്തിടും മറ്റുമെന്താഗ്രഹം നിങ്ങൾക്കു ചൊല്ലുവിൻ അതു പൊഴുതു മുനികളഥ ഹലിയൊടുര ചെയ്തിടു അല്പമിനിയുമോരാഗ്രഹമുണ്ടു അത്യന്ത ദുഷ്ടനായുള്ളൊരു വൽക്കലൻ ഇരവു പകലിടരൊഴികെ ദിശി ദിശി നടന്നവൻ ഓരോരുത്തർക്ക് ജോലി കൊടുക്കുക. മഹാനസാധ്യക്ഷ, മഹാനസം എന്ന് വെച്ചാൽ അടുക്കള, കിച്ചൺ. അപ്പൊ അവിടെ വരുന്ന ആൾക്കാര് ലക്ഷക്കണക്കിന് ആൾക്കാരാ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരും. അത് ഇന്ന് കാണുന്ന വെട്ടിമുറിച്ച് ബാക്കിയിരിക്കുന്ന ബാലൻസ് ഭാഗമെന്ന് ഭാരതം, നേരെ മറിച്ച് വിശാല ഭാരതം. ഇങ്ങേ അറ്റം ഏതാണ്ട് ഇറാൻ ബോർഡർ മുതൽ ഇർണദേശം എന്നാണ് അതിനെ വിളിക്കുന്നത്. അവിടെ മുതൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ജപ്പാന്റെ കോസ്റ്റ് വരെ പോകുന്ന അഖണ്ഡ ഭാരതം, ആ വിശാലമായ ഭാരതം. ആ എന്റെ ഭാരതത്തിൽ നിന്നും ആൾക്കാർ വരും. അവർക്കൊക്കെ താമസം, അവർക്കൊക്കെ ഭക്ഷണം, സർവ്വ വ്യവസ്ഥകളും ചെയ്യണം. അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ ഗംഭീരനായ ഒരാള് തന്നെ ഫുഡ് കമ്മിറ്റി കൺവീനറായേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭീമോ മഹാനസാധ്യക്ഷ തടിയനെ, ഏറ്റവും വലിയ തടിയനെ പിടിച്ച് അടുക്കളയെല്ലാം കൊണ്ടിട്ടു. എന്താ ഇത്? 60 പേര് പിടിച്ച് വളരെ ആടി കുഴഞ്ഞ് പാടുപെട്ട് കൊണ്ടുപോകുന്ന വലിയ ഒരു പാത്രത്തിലെ വെള്ളം ഏവന്മാര് കിടന്ന് ഡിങ് ഡാങ് കളിക്കുന്ന കാണുമ്പോ ഭീമൻ അങ്ങോട്ട് ചെന്ന് വിരലുകൊണ്ട് പൊക്കിയെടുത്ത് ഇങ്ങോട്ടൊക്കെ കൊടുക്കും. എന്താ അതെന്നറിയോ? ഇനിയാണ് നിറഞ്ഞ കണ്ണുകളോടെ നമ്മൾ ഓർക്കേണ്ടത്.